ഹലോ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോൻ്റെ ആദ്യം കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം. കേൾക്കാം. അവന്റെ കയ്യിലുണ്ട്. ഭർത്താവിന് 90,000 ഉറുപ്പ്യം കൊടുത്തിന്. ഭർത്താവ് ഇപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. ഭർത്താവ് താഴെ ഒഴിവാക്കാണ്. തലാക്ക് ചൊല്ലിന്നാണ് പറയുന്നത്. തലാക്ക് ചൊല്ലിന്നാണ് പറയുന്നത്. അയക്കുമായിരുന്നു. അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. എനിക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തത്. അയാൾ എവിടെയാണ്? അയാൾ ഭാര്യയുടെയും കുട്ടീന്റെയും കൂടെ അയാൾ പെങ്ങളെ വീട്ടിൽ ഒളിച്ച് വേറെ ഭാര്യയും കുട്ടിയുണ്ട്. അവർ ഒളിച്ച് നിൽക്കാണ്. നിങ്ങൾക്കിപ്പം 2 കുട്ടികൾ? എനിക്കൊരു മോനുണ്ട്. ഇവിടെ എത്ര ദിവസമായി ഈ തണുപ്പിൽ ഇങ്ങനെ കിടക്കാം? 8 ദിവസമായി ഞാൻ കിടക്കണ തുടങ്ങിയിട്ട്. ഈ പ്രയാസം അനുഭവിക്കും. പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് നീതി കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. ഇപ്പം സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അത് അവർ സംസാരിച്ചിരുന്നു തോന്നുന്നു. അപ്പോഴും ഭർത്താവിന്റെ സ്റ്റാൻഡ് എന്താ? യാതൊരു നിലക്കും ഇതാവണില്ല, തമ്മിൽ വരണില്ല. ഇങ്ങോട്ട് ഞങ്ങൾ വിളിച്ചോടത്തേക്ക് ഒന്നും വരുന്നില്ല. അവര് പറയുന്നത് 20 ലക്ഷം തരോ അല്ലെങ്കിൽ 25 തരോ, അത് കയറ്റി പോവുക. എന്റെ സ്വർണത്തിനും വിലയില്ല, എന്റെ ജീവിതത്തിനും വിലയില്ല, ഒന്നുമില്ല എന്നാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 2015 ആഗസ്റ്റ് 15-ാം തീയതി. അന്ന് മുതൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരുന്നു? അന്നേ തുടക്കത്തിലും ഇല്ലേനി, കുറച്ച് ഉള്ളേനി. പിന്നെ അവർക്ക് മോനായാലാണ് സൗന്ദര്യം പോരാന്ന് പറഞ്ഞാണ്ട് തുടങ്ങി. കുട്ടിക്കും ഇല്ല എനിക്കും ഇല്ല എന്നറിയാൻ തുടങ്ങി. അതാണ് ഇത്രത്തോളം ആയത്. മാത്രം എന്നെ തച്ച്, അല്ലാതെ കുട്ടീനെ എടുക്കാൻ കൊടുത്തേനെ. അവർക്ക് അവരതല്ല കുട്ടി എന്നൊക്കെ ഉള്ള ഒരു ഉന്നയിക്കലേനി. അതൊക്കെ ഞാൻ മദ്യം പറഞ്ഞവര് പറഞ്ഞു. എനിക്ക് 42 പവൻ കിട്ടാറുണ്ട്. ഒന്നിക്ക് അത് തരാ, എല്ലാവരും എന്നെ സ്വീകരിക്കുക. ഏതെങ്കിലും ഒന്ന് മതി. കേസ് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേസ് കൊടുത്തിട്ട് ഫറൂഖ് സ്റ്റേഷനില്. എന്താ സംഭവിച്ച? കേസ് ഇവിടെ നടക്കുന്നുണ്ട്. നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു ലംഘിച്ച് വിവാഹം കഴിച്ചത്. വേറെ വിവാഹം കഴിച്ചത്. വീട് പൂട്ടിപ്പോയതിന്റെ കാരണം എന്താ? പെട്ടെന്നൊരു ദിവസം വീട് കൂട്ടുകാരൻ ഞാൻ വരുമ്പോഴത്തേനും എന്നെ കാണുമ്പോഴത്തേനും ഒരു സ്ഥിരം തന്നെയാണ് നടക്കുന്നത്. വീട് കൂട്ടൽ തന്നെയാണ്. മറ്റൊരു കല്യാണം കഴിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നേരാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനൊരു രീതി, അല്ലെങ്കിൽ ഈ 8 ദിവസമായി കഴിയുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ലേ? പോലീസുകാർ പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിളിച്ചോടത്തേക്ക് വരുന്നില്ലാന്ന്. നിങ്ങൾ ഈ 8 ദിവസം പുറത്ത് കിടക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസുകാർ നല്ല സഹകരണമാണ്. വേണ്ടത്ര നോക്കണ്ടേ പറഞ്ഞ പോലെ വിളിക്കുന്നുണ്ട്. അവരൊന്നിനും തയ്യാറാണില്ല. ഇപ്പൊ ചെറിയ മകന് സ്കൂളിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വെക്കേഷൻ ആണല്ലോ. മദ്രസ മുടങ്ങാണ്. ഇപ്പൊ സ്കൂള് തുറക്കാനായി. അതിന്റെ മുന്നേ ഒന്ന് തീരുമാനം കിട്ടിയാൽ മതിയെ. അത്രേ ഉള്ളൂ. നിങ്ങക്ക് സ്വന്തമായിട്ട് ആരൊക്കെയാണ്? എനിക്ക് 2 ആങ്ങളാരുണ്ട്. ആ ആങ്ങളാര് വൈമല് തടഞ്ഞു നിർത്തിക്കാണ്. ഇങ്ങോട്ട് കേറാൻ അയക്കണില്ല. കുട്ടിക്ക് ഒരു ഭക്ഷണം വാങ്ങി കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. ഉപ്പ തടയാണ്. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എങ്ങനെയാപ്പോ? എപ്പോഴെങ്കിലും ഒരു നേരം അവർക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുള്ളൂ. അവിടുന്ന് റോട്ടുമെന്ന് ഓരോ തടഞ്ഞു നിർത്തുക ഉപ്പ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവരെ ബന്ധുക്കൾ തടഞ്ഞിരുന്നു. അതേമാതിരി തന്നെയാണ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വയ്യാത്തത്. ഞങ്ങൾക്ക് എന്തിനു കൊണ്ടുവന്ന് കൊടുക്കണ അറിയണ അവരോട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയോ മറ്റോ? ഞാനൊന്നിനും പോണില്ല. ഓർക്ക് എന്റെ വിദ്യാഭ്യാസം, ഞാൻ 10ല് തോറ്റതാണ്. അതൊക്കെയാണ് അവര് പറയുന്നത്. കല്യാണം കഴിക്കുമ്പോ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഒക്കെ അറിയാം. എന്റെ വയസ്സ് കൂടുതല്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഇതൊക്കെയാണ് അവര്. ഇന്നലെ കണ്ടൊരു ന്യൂസാണ് കേട്ടോ. 40 പവനും 48 പവൻ 50 പവനാണ്ട് കൊടുത്തതാണ്. 90,000 രൂപയും കൊടുത്തതാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് കല്യാണം കഴിക്കണം കാട്ടി മുന്നേ അനക്ക് അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല വയസ്സ് കൂടുതലാണോ കുറവാണോ എന്ന്. അന്ന് അനക്ക് അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല സൗന്ദര്യം കൂടുതലാണോ കുറവാണോ എന്ന്. എടാ എന്നും നീ ഇതേമാതിരി ഒന്നും ഉണ്ടാവില്ല. ഒരു പനി പിടിച്ചാൽ മതി, എന്തേലും ആയാൽ മതി, ആരെ സൗന്ദര്യം താഴ്ത്തടങ്ങിപ്പോൾ വന്നോളൂ. നീ ഇപ്പോൾ എൻ്റെ സ്വന്തം മോന് നിറമില്ലായിരുന്നു എന്ന്. എല്ലാവരും എന്താണ് എന്നൊക്കെ പറയേ? എന്താ ആ പാവം 10ാം ക്ലാസ് തോറ്റത് ഇപ്പോൾ അവനിക്ക് പ്രശ്നം, സൗന്ദര്യം ഇല്ലാത്തത് അവനിക്ക് പ്രശ്നം, പിന്നെന്താണ് കുട്ടിക്ക് നിറമില്ലാത്തത് പ്രശ്നം. എൻ്റെ തന്ത ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കിയ തന്ത ഉണ്ടല്ലോ, തന്ത ഫുഡ് എങ്ങനെയാണ് എനിക്ക് അതിൻ്റെ കുറച്ച് അപ്പുറം ഇരുന്നിട്ട് എനിക്ക് ഫുഡ് ഇറങ്ങുന്നത്. എൻ്റെ കൊച്ചും ഭാര്യയും ഇവിടെ ഈ വാതിലും പൂട്ടിയിട്ട് തണവത്ത് ടൈലിൻ്റെ അവിടെ കിടക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഫുഡ് ഇറങ്ങണത്? നിന്നെ മാതിരിയുള്ള ആൾക്കാരൊക്കെ എന്നാണ് നന്നാവാൻ നോക്കുന്നത്? അട്ടൊക്കെ നീയൊക്കെ പോയിട്ട് വേറെ ഒരു പെണ്ണും കെട്ടി അതിലൊരു കുട്ടിയായി അതിൻ്റെ മുതൽ കൊടുത്തിട്ട് അതിനെ ഒഴിവാക്കടാ. അതാണ്ട് നീ തലാക്കാണെങ്കിലും മുത്തലാക്കാണെങ്കിലും ഏതാണെങ്കിലും. അപ്പോൾ പറയും നിങ്ങൾ മുസ്ലിം മതത്തിൽ കുറേ കെട്ടാൻ പാടില്ലേ, അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേന്ന്.
നിങ്ങളെ നബി ചെയ്തിട്ടില്ലേ? ഞങ്ങളെ നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അതേമാതിരി നോക്കിയിട്ടുമുണ്ട്. ഭാര്യമാരെ അതേമാതിരി നോക്കിയിട്ടുമുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? നീ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ സ്വന്തം കുട്ടിയല്ലേ, എൻ്റെ സ്വന്തം കുട്ടിയല്ലേ, അതിനണക്ക് ഇതൊക്കെ നീ മുത്തലാക്കൊന്നും ഇപ്പോൾ ഇതൊക്കെ കളഞ്ഞതിന് കാര്യം നീ അറിഞ്ഞിട്ടില്ലേ? നീ ഇപ്പോഴും അവിടെ തന്നെയാണോ കിടക്കണത്? എൻ്റെ സ്വന്തം കുട്ടി അവിടെ നിലത്ത് കിടക്കുമ്പോൾ ആ ഫുഡ് അതിൻ്റെ ആങ്ങളന്മാർ കൊണ്ടുവരുമ്പോൾ അവർക്ക് ആ പെൺകുട്ടിയെ നീയൊക്കെ എവിടുന്നാട നന്നാവുക? നീയൊക്കെ അനക്കൊന്നും മരിച്ചു പോണ്ടേ? ഇന്ന് ഈ ജീവിക്കണ ജീവിതം തന്നെയാണെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കണത്? ഇങ്ങനത്തെ ഓരോ പെണ്ണുങ്ങളെ കണ്ണീരൊക്കെ ആയിട്ട് എങ്ങനെയാടാ നീയൊക്കെ നന്നാവുക? വേണ്ടെങ്കിലൂടെ അമ്മാനി മതിയാർക്ക് വേണ്ടെങ്കിൽ ഇതാക്കുക. ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതൊന്നല്ലേ കുട്ടികളെ? അനക്കിപ്പോൾ ആ കുട്ടി കറുത്തതാണെന്ന് ഇതാക്കാനും. നീ ഭയങ്കര സുന്ദരനും സുമുഖനുമാണല്ലോ. ഭയങ്കര സുന്ദരനും സുമുഖനുമാണല്ലോ. എൻ്റെ കോലത്തിനനുസരിച്ചിട്ടല്ല എൻ്റെ കുട്ടി ഉണ്ടാവുക. കുട്ടി കറുത്തിട്ടാണെന്ന് എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നു? മനസാക്ഷി ഉണ്ട് എനിക്ക് ഇതൊക്കെ പറയാൻ. 10ാം ക്ലാസ് തോറ്റ കാരണം, വയസ്സ് കൂടിയ കാരണം, ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടിയ കാരണം, സൗന്ദര്യം കുറവ് ഭാര്യയ്ക്ക്. എന്നിട്ട് ഇപ്പം നീ കെട്ടിയതൊക്കെ സൗന്ദര്യം കൂടിയതാണോ? അതിലുള്ള കുട്ടിയൊക്കെ സൗന്ദര്യമുള്ള കുട്ടിയാണോ? കുറേ ആൾക്കാരെ തെറ്റായ വിചാരമാണ്. പണ്ട് ഇതേമാതിരിയുള്ള ഒരു പറഞ്ഞ് എൻ്റെ കുട്ടീന്ന് ഞാൻ തീരെ വണ്ണമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളെന്ന് വെച്ചാൽ പ്രസവിച്ചപ്പോൾ ഭയങ്കര കറുപ്പായിരുന്നു, കറുത്ത കുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിശയം, ഇതെന്താ ഈ കുട്ടി കറുത്തിട്ടെന്നുള്ളത് അതിശയം. ഭയങ്കര കറുത്തിട്ടായിരുന്നു കുട്ടി. എനിക്ക് തോന്നുന്ന 1 മാസം പ്രസവിച്ച് 1 മാസം 40 ആകുമ്പോഴത്തേനും എൻ്റെ കുട്ടി നല്ല വണ്ണവും വെച്ച് നല്ല കളറും വെച്ച് എൻ്റെ മോള്. അപ്പോൾ പറയണ ഈ കുട്ടിക്ക് എന്താ തിന്നാൻ കൊടുക്കണത്? റേഷനേരിയാണോ തിന്നാൻ കൊടുക്കണത്? ഓരോരുത്തർ ചോദ്യമാണ്. പിന്നെ അതേമാതിരി പ്രസവിച്ച് കിടക്കുമ്പോൾ ഓരോരുത്തർ കാണാൻ വരുമല്ലോ. അപ്പോൾ ഇതെന്താ എലിക്കുട്ടീനെ മാതിരിയുള്ളൊരു കുട്ടി? പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം. ആ സ്പോട്ടിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എലിക്കുട്ടിയായാലും ഏത് കുട്ടിയായാലും അത് എൻ്റെ വയറ്റിൽ നിന്ന് വന്നതാണ്, അതെനിക്കറിയാം. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. എന്തെന്ന് പറയാം, മനുഷ്യന്മാരിതാക്കാത്ത വെറും പൊന്നിനും മുതലിനും പെണ്ണുങ്ങളെ ഒരു വിലയില്ലാണ്ട് ഇതാക്കണത്. അനക്ക് വേണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മോനെ, നീ ആ പെൺകുട്ടീൻ്റെ ഇത് വാങ്ങിച്ച പൊന്ന് കൊടുക്കുക. അതിപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ജീവിതം കൊടുക്കാൻ നീയൊക്കെ എവിടുന്നാടാ നന്നാവുക? 8 ദിവസം 7 ദിവസമായില്ലട ആ വരാന്തേ കിടക്കാം. കുടിവെള്ളം അടക്കം നീ നിഷേധിച്ചപ്പോൾ നീ എത്ര വലിയവനായിരിക്കണം? അനക്കൊക്കെ ആരാടാ പിന്നെ പെണ്ണ് തരണത്? ഇവനൊക്കെ ഉണ്ടല്ലോ, ശരിക്കുണ്ടല്ലോ, സമൂഹത്തിലാണ് വേർതിരിക്കണം ഇങ്ങനെയുള്ളവന്മാരൊക്കെ. ഒരു പെൺകുട്ടീൻ്റെ ജീവിതവും കളഞ്ഞ്. അപ്പോൾ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇവന്മാരൊക്കെ എന്തിനാ ഇവന്മാരൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവന്മാരെ മാതിരിയുള്ള ആൾക്കാരൊക്കെ ഇനി ഇതിൻ്റെ അപ്പുറം ചെയ്തു കൂടാന്നില്ല. എന്തൊക്കെ ചെയ്തു കൂട്ടിച്ചിരിക്കണത്? 9 ദിവസം ശ്രദ്ധിക്കണം, 9 ദിവസം വരാന്തയിൽ കഴിയണത് മുത്തലാഖ്. ഇവരൊക്കെ അവിടെ നിന്നിട്ട് വിളിച്ചാൽ മുത്തലാഖ് ചെല്ലി നീ എൻ്റെ വീട്ടിൽ പോയിക്കുക. എടാ, ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊടുന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളൊരു കോലോ ആഭരണങ്ങളും ഉണ്ടല്ലോ, അതേമാതിരി പറഞ്ഞേക്കടാ. ഞങ്ങൾ വരുമ്പോൾ കുട്ടികളൊന്നും കൊടുന്നിട്ടില്ല, അത് നീ ചിന്തിക്ക്. ഞങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു അതേമാതിരി നീ പറഞ്ഞേക്ക്. അപ്പോൾ ഇത്രയുള്ള മക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാവം അതിൻ്റെ 9 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അത്ര ഗതി കെട്ടില്ല ആ ഒരു പെണ്ണിൻ്റെ. ഞാൻ കാണിച്ചു തരാം. ഇവനെ ഇനി വീടിന്റെ വരാന്തയിലാണ്. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. 5 വർഷം മുൻപാണ് ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ തലാഖ് ചൊല്ലിയത്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം. കോടതിയുടെ ഉത്തരവിനെ പോലും ബഹുമാനിക്കണില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടതി
ഉത്തരവിനെ പോലും ബഹുമാനിക്കാത്തൊരു മനുഷ്യൻ. അപ്പം ഇത്രയുള്ള മക്കളെ, ഞാൻ പറയുന്നില്ല ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും പറയണില്ല, എനിക്ക് അത്രക്കും. അപ്പോൾ ഓക്കെ ബൈ, സി യു.